പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന വേദഭാഗങ്ങൾ ധ്യാനിച്ചു വരികയാണല്ലോ നമ്മൾ. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 10ാമത്തെ ഞായറാഴ്ചയാകുന്ന നാളെ നമ്മൾ വായിക്കുവാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ സന്ധ്യയുടെ വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 12 മുതൽ 17 വരെ തിരുവചനങ്ങളും, പ്രഭാതത്തിൻ്റെ വായനയായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെ വാക്യങ്ങളുമാണ്. അപ്പോൾ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള പഴയ നിയമ വായന പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെ വാക്യങ്ങളും, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങളും, സങ്കീർത്തനങ്ങൾ 112-ൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളുമാണ്. 3 വായനകളിലൂടെയാണ് പഴയ നിയമ വായന ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനങ്ങളായിട്ട് അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെ വാക്യങ്ങളും, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 21 വരെ വാക്യങ്ങളും, ഏവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളുമാണ്. ഈ ഭാഗങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അല്പം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, എന്നുള്ള സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധ ബലിയിൽ ഞങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ സമർപ്പണത്തോടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങൾ വായിക്കേണ്ടുന്ന ഈ തിരുവചനങ്ങളൊക്കെയും വായിച്ച് ധ്യാനിച്ച് നല്ലൊരു കൃപാവരത്തോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, പരിശുദ്ധ ആലയത്തിൽ നിൽക്കുവാനും സമാധാനത്തോടെ തിരികെ വരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം 3-5 ഞങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കുമെന്ന്. കർത്താവേ, ഈ സന്ധ്യ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന സന്ധ്യയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവി മുഖാന്തരമായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ സമാധാനം ലഭിക്കത്തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ നേതൃത്വത്തിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയോടെ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ സന്ധ്യയുടെ വായന എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ വാക്യങ്ങളാണ്. അതിൽ ഇതിങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്: പ്രസംഗം കേൾക്കാൻ വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം യേശു അപ്പം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ ഇത് പല ആവർത്തി ഇപ്പോൾ വായിച്ചു കേട്ടതാണ്. കഴിഞ്ഞ മുൻ ഞായറാഴ്ചകളിലൊക്കെ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗം സുവിശേഷ വായനയായിട്ട് ക്രമീകരിച്ചിരുന്നതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പങ്കുവച്ചതാണ്. എങ്കിൽ തന്നെയും 1-2 കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ക്രിസ്തു അനന്ത നിക്ഷേപമുള്ള ഒരു അനർഘ ഖനിയാണ്. കുഴിച്ചു ചെല്ലുന്തോറും അന്തമില്ലാത്ത അനർഘ നിക്ഷേപങ്ങൾ നാം അവനിൽ കണ്ടെത്തുന്നു. അപ്പോൾ പ്രിയമുള്ളവരെയും, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്ന പോലെ ക്രിസ്തു അനന്ത നിക്ഷേപമുള്ള ഒരു അനർഘ ഖനിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയും ഒരു അനന്ത നിക്ഷേപമുള്ള ഒരു അനർഘ ഖനിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ കുർബാനയും കുഴിച്ചു ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കുർബാനയിലും പങ്കെടുക്കുന്നത് ഒരു കുഴിച്ചു ചെല്ലുന്ന ഈ ഖനി കണ്ടെത്താനുള്ള
ഈ നിധി കണ്ടെത്താനുള്ള കനി കുഴിക്കുന്ന അനുഭവമായി മാറണം നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും ഈ ചൊല്ലിയത് തന്നെയല്ലേ ചൊല്ലുന്നത്, പറഞ്ഞു തന്നെയല്ലേ പറയുന്നതെന്നുള്ള ചിന്തകൾ മാറിയിട്ട് ഓരോ കുർബാനയിലും പുതുമയുണ്ട്, ഓരോ കുർബാനയിലും പുതിയ പുതിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ധ്യാനത്തോടുകൂടി നമ്മളതിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അനർഘ നിക്ഷേപങ്ങൾ നാം അവനിൽ കണ്ടെത്തുമെന്ന് പറയുന്നു. അപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുമായി അതിന് സാമ്യമുണ്ടെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അതിന് സാമ്യമുള്ള വാക്കുകൾ പറയുന്നത് വിശുദ്ധ കുർബാന സ്ഥാപനത്തിലും എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ഇടയിൽ അവരുടെ ഭവനത്തിൽ അപ്പം മുറിക്കുമ്പോഴൊക്കെയും ഒരേ സ്വഭാവത്തിലാണ് ക്രിസ്തു അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് നോക്കി അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തു എന്ന് പറയുന്നു. പങ്കുവെക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മുറിച്ചു കൊടുത്തു, പങ്കുവെച്ചു കൊടുത്തു. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും പങ്കുവെക്കുന്ന അനുഭവമാകണമെന്ന് അതിലൂടെ നമ്മളെ സൂചിപ്പിക്കുകയാണ്. ദൃഗ്വേദത്തിൽ എങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പങ്കുവെക്കാതെ ഭക്ഷിക്കുന്നവനാണ് ഏറ്റവും കുറ്റമുള്ളവനെന്ന്. പങ്കുവെക്കാതെ ഭക്ഷിക്കുന്നവനാണ് ഏറ്റവും കുറ്റമുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ആ 5 അപ്പവും 2 മീനും പങ്കുവെച്ച വ്യക്തി അല്ലെങ്കിൽ അത് കണ്ടെത്തിയ ശിഷ്യന്മാരൊക്കെ ഏറെ അനുഗ്രഹപ്രദമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ആഴമേറിയ ദൈവാനുഭവത്തിൻ്റെ ഭാഗമാകാൻ ആഴമേറിയ ധ്യാനത്തിലേക്ക് നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഓരോ വിശുദ്ധ കുർബാനയും പങ്കുവെക്കുന്നതിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നമ്മളെയും നമുക്കുള്ളതും മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള കൃപയും ഈ വായനയിലൂടെ, ഈ ധ്യാനത്തിലൂടെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. പ്രഭാത പ്രാർത്ഥനയിലെ വായന അത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെ വാക്യങ്ങളാണ്. നമുക്കത് അല്പസമയം ഒന്ന് ധ്യാനിച്ചു പോകാം. ഇവിടെ കേസരിയ ഫിലിപ്പി പ്രദേശത്തൂടെ യേശു കടന്നു പോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു സ്നാപയോഹന്നാൻ എന്നാണ് പറയുന്നത്. വേറെ ചിലർ പറയുന്നു നീ ഏലിയ ആയാണ്. വേറെ ചിലർ പറയുന്നു യെരമിയ ആണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ ആണെന്ന് പറയുന്നു എന്ന് പറയാം. ഒരു നിശ്ചയമില്ലാത്ത ഒരു കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ ജനം മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ശിഷ്യന്മാർ പറയുന്നു. എന്നാൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഒന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ക്രിസ്തു രക്ഷകനാണെന്ന് പത്രോസ് പറയുകയാണ്. ക്രിസ്തു രക്ഷകനാണെന്ന് പത്രോസ് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ക്രിസ്തു ആകുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഒരു ചോദ്യമല്ല. തൻ്റെ കൂടെ നടക്കുന്ന, താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ താൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ കൂടെ നടക്കുന്നേ? തൻ്റെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ? അപ്പോൾ ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ പത്രോസ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ് അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശവും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ യേശു അവനോട് പറയുന്നത്, നിനക്ക് ദൈവമാണ് ഇത് വെളിപ്പെടുത്തി തന്നതെന്നാണ്. നിനക്ക് ദൈവമാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് യേശുവിൻ്റെ സുനിശ്ചിതവും രക്ഷാകരവുമായ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മൾ അവിടെ മുറിക്കപ്പെടുന്ന വിശുദ്ധ ബലി, വിശുദ്ധ തിരുശരീരവും തിരുരക്തവും രക്ഷകൻ്റെയാണ്. രക്ഷയ്ക്ക് അനുഭവമാണ്, രക്ഷയ്ക്ക് ഗുണമാണ്. ഭൂമിയിലും വരാനിരിക്കുന്ന നിത്യതയിലും രക്ഷയ്ക്ക് അനുഭവമാണെന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പറയുന്നു, യാതൊന്നും അറിഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞാൽ എല്ലാം നേടിയെന്ന്. ഹല്ലേലൂയ. ലോകത്തെ യാതൊന്നും അറിഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞാൽ എല്ലാം നേടി. എന്നിട്ട് ഒരു വാക്കും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയാണ്, എന്തെല്ലാം അറിഞ്ഞാലും ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ എല്ലാം ശൂന്യം. എന്തെല്ലാം അറിഞ്ഞാലും ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ
എല്ലാം ശൂന്യം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പത്രോസ്ലീഹ, ആ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനെ അറിഞ്ഞ് പ്രഘോഷിച്ചതുപോലെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ, നമ്മളും വിശുദ്ധ കുർബാനയിൽ വൈദികൻ ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ. നിങ്ങൾ ആ ഭാഗം ഏറെ വായിച്ച്, കൂടുതൽ സമയമെടുത്ത് വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുവാനായിട്ട് ഇടയാകട്ടെ. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഇവിടെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വീണ്ടും പഴയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെ വാക്യങ്ങളിലാണ് പഴയ നിയമം വായിക്കുന്നത്. 15-ാം അധ്യായത്തിൽ നമുക്കറിയാം തുടങ്ങുന്നത് എങ്ങനെയാണ്. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ പാടി സ്തുതിക്കും എന്നാൽ അവിടുത്തെ മഹത്വപൂർണ്ണമായ വിജയം നേടിക്കും. ചെങ്കടൽ കടന്ന് അവർ എല്ലാവരും കൂടി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത്ര വലിയൊരു രക്ഷ അവർക്ക് നൽകിയതിന് ദൈവത്തെ നന്ദി പറയുകയാണ്. എന്താണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നമുണ്ടായത്? ഒന്നും അവരുടെ അടിമത്ത ജീവിതം അവർക്ക് വലിയ പ്രയാസകരമായ ജീവിതമായിരുന്നു. 2, ആ അടിമത്ത ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരാളുണ്ടെന്ന് അറിയുകയും അതിനെ വിശ്വാസത്തോടെയോ അല്ലാതെയോ മനസ്സ് കൂടാതെയോ ഒക്കെ ആണെങ്കിലും അവരതിനെ പിൻപറ്റുകയാണ്. അങ്ങനെ പിൻപറ്റി മോശയുടെ കൂടെ പോരുമ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു പ്രശ്നം വന്നു നിൽക്കുകയാണ്. എന്താണ്? വലിയ പ്രതിസന്ധി. അവരുടെ മുമ്പിൽ ചെങ്കടൽ. പക്ഷേ പുറകിൽ അവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഇത്രയും മാൻ പവർ, ഇത്രയും മനുഷ്യരുടെ അധ്വാനം ഈജിപ്തിന് നഷ്ടമാകുന്നുണ്ടപ്പോൾ കാര്യം അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടാണ് അവർ പറഞ്ഞു വിടുന്നതെങ്കിലും തിരികെ വിളിക്കുവാൻ ഫറവോയുടെ സൈന്യത്തെ ഫറവോ അയക്കുകയാണ്. നാളെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് മാറിപ്പോകണം. പ്രത്യേകിച്ച് അടിമത്തമൊന്നും അല്ലെങ്കിലും തൊഴിൽ മേഖലകളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അന്യ സംസ്ഥാനത്തുള്ള പ്രിയപ്പെട്ടവർ ലീവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരിവിടെ വരവ് കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ തൊഴിൽ മേഖലകളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഫറവോൻ്റെ നാട്ടിലൊരു ചർച്ച നടക്കുകയാണ്. ഇവരെ ആരാധനയ്ക്കാണെന്ന് പറഞ്ഞ് വിട്ടാലും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ മോശമാകും. കാരണം അവരാണ് അവിടെ ജോലി ചെയ്ത് ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഫറവോൻ്റെ ആളുകൾ പുറകിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് പടയാളികൾ വരുമ്പോൾ ഇവരുടെ മുമ്പിൽ ചെങ്കടലാണ്. ഈ ചെങ്കടലിനെ ദൈവം 2ആയി വേർതിരിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്, നമ്മൾ ഏറ്റുപാടുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഭാഗം ഞാൻ വിടുകയാണ്. കാരണം അവരങ്ങനെ കീർത്തനം പാടി പോരുന്നു. പക്ഷേ പ്രശ്നം അതല്ല. കീർത്തനങ്ങളെല്ലാം പാടിയെങ്കിലും മിരിയാമൊക്കെ തപ്പെടുത്തു, കിന്നരങ്ങളൊക്കെ വീട്ടി അതെല്ലാം പാടിപ്പോകുന്നുവെങ്കിലും 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ചെങ്കടൽ കടലിൽ നിന്ന് പൊൻപോട്ട് നയിച്ചവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിൽ പ്രവേശിച്ച് അവർക്ക് ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു എന്ന് പറയുന്നു. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ഈ വിളിച്ചു കൊണ്ടുവന്ന മോശയ്ക്കെതിരെ അവർ പിറുപിറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും എന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, തൊട്ട് മുമ്പ് വലിയ മരണഭയത്തിൽ നിന്ന് രക്ഷിച്ചതാണ് അവരെ ദൈവം. അതവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവരനുഭവിച്ചതാണ്. പക്ഷേ ഇവിടെ മരുഭൂമിയിൽ വന്നപ്പോൾ ഈ ചെങ്കടലിൽ കടത്തിയ ദൈവത്തിന് മരുഭൂമിയിൽ വെള്ളമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് വരേണ്ടതിന് പകരം കുടിക്കാനൊന്നുമില്ല എന്നുള്ള പരാതി പിറുപിറുപ്പായി മാറി. ഇതാണ് പ്രിയമുള്ളവർ നമ്മളും ഈ കാലഘട്ടത്തിലും അനുഭവിച്ചു. നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടാലും അടുത്തൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഭാരപ്പെടും, ഭയപ്പെടും, നമ്മൾ പെറുപിറുക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ സങ്കട പ്രാർത്ഥനകളാണ്, ദൈവമേ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കും. കഴിയുന്നവനാണ് എന്ന വിശ്വാസമല്ല നമുക്കുണ്ടാകുന്നത്, മറിച്ച് സങ്കടങ്ങളും പെറുപിറുപ്പുകളാണ്. അതുകൊണ്ട് നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയേണ്ടതിന് പകരം പിറുപിറുപ്പ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പിറുപിറുത്താൽ അവിടെ എന്താ പറയുന്നത്? തൊട്ട് താഴെയുള്ള വചനം പറയുന്നു, 26-ാമത്തെ വാക്യം പറയുന്നുണ്ട്,
ജനം മോശയ്ക്കെതിരെ പ്രവർത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. അതാണ് 26-ാമത്തെ വാക്യം. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ ചിന്ത. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ടു പോയാൽ, നിൻ്റെ ജീവിതത്തിൽ ഈജിപ്തുകാർക്ക് വന്ന ഒരു മഹാമാരിയും നിൻ്റെ ജീവിതത്തിൽ വരില്ല. കാരണം എന്താണ്? നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇന്നത്തെ ധ്യാനം അതായിരിക്കട്ടെ പ്രിയമുള്ളവരെ. നിന്നെ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. പ്രിയമുള്ളവർ, തൊട്ട് താഴെയുള്ള 2-ാമത്തെ വായന ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ 42-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജോബിൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിക്കുകയാണ്. ജോബിൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയുമെല്ലാം യോബിൻ്റെ സ്നേഹിതന്മാർ അവർ വന്ന് ദൈവസന്നിധിയിൽ കുറ്റമുള്ളവരായി തീർന്നു. അവർ ദൈവിക കാര്യങ്ങളാണ് സംസാരിച്ചതെങ്കിലും ജോബ് പാപമൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ സാത്താൻ ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. പക്ഷെ അവർ പറഞ്ഞു, നീ ഇപ്പോൾ ഈ വിഷമാവസ്ഥയിലായിരിക്കുന്നത് നീ ദൈവത്തിനെതിരെ പാപം ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവർ ജോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ദൈവം നീതിമാനും ജോബ് പാപിയുമാണെന്ന് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തേമാന്യനായ എലീഫാസും ശൂഹ്യനായ ബിൽദാദും നാമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവന് അത് ഇരട്ടിയാക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവർ തെറ്റ് ചെയ്തു എന്നും ദൈവം എന്നോട് ഇടപെട്ടു എന്നും അവർക്ക് തെറ്റുണ്ടായി എന്നും മനസ്സിലാക്കിയിട്ടും ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ജോബിന് തൻ്റെ പരീക്ഷണ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ധാരാളമായി ഇരട്ടി കൊടുത്തു. ഇരട്ടി, നിസ്സാരമല്ല, ഇരട്ടി കൊടുത്തു. മക്കളെ കൊടുത്തു, ആടുമാടുകൾ, കാള, കഴുത എല്ലാം കൊടുത്തു. 140 വർഷം ജോബ് അങ്ങനെ ഈ ഭൂമിയിൽ മക്കളും മക്കളുടെ മക്കളുമായി തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണമായി വൃദ്ധനായി മരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളുണ്ടായി, എന്ത് സങ്കടങ്ങളുണ്ടായി എന്നതിനേക്കാൾ ഉപരി നമ്മളെ അവഗണിക്കുന്നവരെയും നമ്മളെ ആക്ഷേപിക്കുന്നവരെയും നമ്മളിൽ കുറവ് കണ്ടെത്തുന്നവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതൊരു സത്യമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവരെ. അപ്പോൾ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും. 3-ാമത്തെ വായന സങ്കീർത്തനങ്ങൾ 112-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 10 വരെ വാക്യങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ്റെ സന്തോഷവും സ്തോത്രത്തിനുള്ള ആഹ്വാനവുമാണ് 112-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. അതിലിപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങി ആരംഭിക്കുന്നൊരു വചനത്തിലൂടെ ദുഷ്ടന്മാരുടെ അന്ത്യവും അവിടെ കുറിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് 8-10 കാര്യങ്ങൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുള്ളൂ. 1, കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. 1, അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, സന്തോഷിക്കുന്നു. 2, അവിടെ പറയുന്നത് അവൻ വായ്പ കൊടുക്കുന്നു. 3, ദൈവഭക്തൻ ധനം സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. അവൻ്റെ കയ്യിലുള്ള ധനം സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. 4, അവൻ്റെ അനുഗ്രഹങ്ങൾ അധികമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. 5, അവന് ദൈവഭക്തനായൊരു മനുഷ്യന് ശക്തരായ പിൻഗാമികളുണ്ട് എന്ന് അവിടെ പറയുകയാണ്. 6-ാമത്തെ ഐശ്വര്യ സമ്പത്ത്, അവന് ഐശ്വര്യം നിറയുന്നു. 7, ദീർഘായുസ് വർദ്ധിക്കുന്നു. 8,
ദുർവാർത്തകളെ പറ്റി അവന് ഭീതിയില്ല. ഇത് വ്യാഖ്യാനിച്ചു പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ചു പോകുന്നത്. അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നുകൊള്ളും. ഞാൻ ഒരു ചെറിയ വ്യാഖ്യാനം നടന്ന് പോകുന്നുള്ളൂ. എട്ടാമത് അവിടെ പറയുന്നത്, സങ്കീർത്തനങ്ങൾ പറയുന്നത്, ദൈവഭക്തന് ദുർവാർത്തകളെ പറ്റി ഭീതിയില്ല. അവനെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവനൊരു ഭയമില്ല എന്ന് പറയുകയാണ്. ഒമ്പതാമത് അവൻ്റെ ശത്രുക്കളുടെ നാശം കാണുമെന്ന് പറയുകയാണ്. പത്താമത് പറയുന്നത് അവൻ്റെ കൊമ്പ് ഉയരുമെന്നാണ്. കൊമ്പെന്ന് വെച്ചാൽ ശക്തിയും അധികാരവും ബഹുമാനത്തോടെ എന്നും ഉയർന്നിരിക്കും ദൈവഭക്തന്. എന്നാൽ ദുഷ്ടൻ്റെ കാര്യം പറയുന്നത് എങ്ങനെയാണ്? അസൂയ മൂത്ത് ഉരുകിപ്പോകും, അവൻ തന്നെത്താൻ നശിപ്പിക്കും. ദുഷ്ടനതെല്ലാം കണ്ടു കഴിയുമ്പോൾ അസൂയ മൂത്ത് ഉരുകിപ്പോകും, തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല ദൈവഭക്തനായിരിക്കുവാൻ 112 സങ്കീർത്തനം 1 മുതൽ 10 വരെ വാക്യങ്ങളിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. നല്ലൊരു ദൈവഭക്തനായിരിക്കുക. നല്ലൊരു നമ്മൾ വായിച്ചു കേട്ട സുവിശേഷങ്ങളിലൂടെയും എല്ലാം ഇപ്പോൾ പഴയ നിയമത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോന്നപ്പോൾ നമ്മൾ കേൾക്കുന്നതെല്ലാം നല്ലൊരു ഭക്തനായിരിക്കുക, നല്ലൊരു നീതിബോധമുള്ള ഭക്തനായിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ ലേഖനം വടക്കുവശത്ത് വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയാണ്. 28-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെ വാക്യങ്ങളാണ്. അതിന് പ്രധാനമായിട്ടും പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് പീഡനങ്ങളിലൂടെയും പ്രയാസങ്ങളിലെയും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും സുവിശേഷം അറിയിച്ചു പോരുകയാണ്. അങ്ങനെ റോമിൽ വന്ന് സുവിശേഷം അറിയിക്കുന്നു. പക്ഷേ യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ കേട്ട് വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തെ പണ്ടേ തന്നെ ദൈവം അന്ധമാക്കി വെച്ചിരിക്കുകയാണ്, ഹൃദയ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ സുവിശേഷം സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം ഹൃദയം കഠിനമായിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് സുവിശേഷത്തെ ഈ യഹൂദന്മാർ തിരസ്കരിക്കുമ്പോൾ പൗലോസ്ലിഹ പിന്മാറുന്നില്ല, മറിച്ച് അദ്ദേഹം വിജാതിയരുടെ അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഒരിക്കലും സുവിശേഷം ആരോട് പറഞ്ഞിട്ട് ആരൊക്കെ സ്വീകരിച്ചു, ആരൊക്കെ അതിനെ ഏറ്റെടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ ബലത്തിലല്ല സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് ആര് കേട്ടു, ആര് വിശ്വസിച്ചു, ആരനുസരിച്ചു എന്നുള്ളത് ഞാൻ ഗണിക്കാറില്ല, ഞാനത് ചിന്തിക്കാറില്ല. മറിച്ച് ദൈവസന്നിധിയിൽ അത്തരം ചിന്തകളൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, ഒരാൾക്കെങ്കിലും ഇത് ബോധ്യപ്പെട്ടാൽ എൻ്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. ദൈവം എനിക്ക് അതിനുള്ള കൃപ തരട്ടെ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ, അതുകൊണ്ട് നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആൾക്കൂട്ടത്തെ കണ്ടല്ല നിങ്ങൾ വേല ചെയ്യേണ്ടത്. അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് കടമയായിട്ടുള്ളതെന്ന് ഓർപ്പിക്കട്ടെ. വീണ്ടും നമ്മൾ രണ്ടാമത്തെ വായന, തെക്കുവശത്തെ വായന, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 21 വരെ വാക്യങ്ങളാണ്. അതിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ക്രിസ്തു, അതിൻ്റെ കണ്ടന്റ് ഇതാണ്: ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സ്വയം അവതരിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനുമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ആരും പോയി ഇറക്കിക്കൊണ്ടുവന്നതല്ല, പാതാളത്തിലേക്ക് ഇറക്കി നിന്ന് ആരും ഉയർത്തെഴുന്നേൽപ്പ് കയറ്റിക്കൊണ്ടുവന്നതല്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? യേശുക്രിസ്തുവിലുള്ള രക്ഷയെ കണ്ടെത്താൻ നാം സ്വർഗത്തിൽ കയറുകയോ പാതാളത്തിൽ ഇറങ്ങുകയോ വേണ്ട. അതിന് പൗലോസ്ലീഹ പറയുന്ന വ്യക്തമായ ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, വചനം നമുക്ക് ഏറ്റവും സമീപസ്ഥമാണെന്നാണ്. വചനം നമുക്ക് ഏറ്റവും സമീപസ്ഥമാണ്. നിൻ്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്. വചനം നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലുമുണ്ട്. ഈ വചനം പൂർണ്ണമായി വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ലജ്ജിക്കേണ്ടി വരികയില്ല, നിത്യരക്ഷ പ്രാപിക്കും. അതാണ് രണ്ടാമത്തെ വായന, രണ്ടാമത്തെ ലേഖനം. ഈ വചനത്തെ ഏറ്റുപറയണം, ഹൃദയത്തിൽ വചനം വിശ്വസിക്കണം. ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചു സ്വമനസ്സോടെ.
വിശ്വാസപ്രമാണം അങ്ങനെയാണല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി, തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി. അതുപോലെ പാതാളത്തിൽ നിന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റു സ്വയം ഇഷ്ടപ്രകാരം. അതുകൊണ്ട് ഇനി ആരും പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ടല്ല യേശുവിനെ കാണേണ്ടത്, ആരും സ്വർഗത്തിൽ നിന്ന് യേശുവിനെ ഇറക്കി കൊണ്ടുവന്നിട്ടല്ല കണ്ടതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം വിശ്വസിക്കുക, വചനം അനുസരിക്കുക, വചനം വിശ്വസിച്ച് ഏറ്റുപറയുക, രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറയുന്ന ഇഹത്തിൽ സമാധാനവും ശാന്തിയും, അതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്ന് രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ എന്ന് സമാധാനത്തിൽ ജീവിക്കും. മറ്റൊന്ന്, മരണത്താൽ വേർപിരിഞ്ഞു കഴിയുമ്പോൾ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ യാഗം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാവലിയ സന്തോഷമാണ്. ഇനി ഈ വിശുദ്ധ എവൻഗേലിയോനിലേക്ക് വരാം. വിശുദ്ധ എവൻഗേലിയോൻ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വാക്യങ്ങൾ. അതിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒന്ന്, സ്വർഗത്തിലെ വലിയവൻ ആരാണെന്നുള്ള ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ്. 2, ദുഷ്പ്രേരണകളാണ്. 3, വഴിതെറ്റിയ ആടിൻ്റെ ഉപമയാണ്. നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിച്ച് കടന്നു പോകാം. ഇങ്ങനെയാണ് നമ്മളിത് വായിക്കുന്നത്. 10:18 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ശിഷ്യന്മാരാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം ഓരോ നേതൃത്വത്തിലിരിക്കുന്നവർക്കും കൂടി വേണ്ടിയുള്ളതാണ്. കേൾവിക്കാരായ എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ വിശ്വാസികൾക്കും ഇത് ഗുണകരമാണ്. എല്ലാ മനുഷ്യർക്കും ഇത് ഗുണകരമാണ്. ഒപ്പം തന്നെ ക്രിസ്തീയ സഭയുടെ വിവിധ മണ്ഡലങ്ങളിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ഏറെ പ്രധാനമുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇത് എന്ന് തിരിച്ചറിയണം. മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെയും നിലവിലുള്ള ശീലങ്ങളും മനോഭാവങ്ങളും മാറ്റം വരുത്തണമെന്നും ദൈവികതയിലേക്ക് കൊണ്ടുവരണം. യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വരണം. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ശിശുവിനെ പോലെയാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ. ശിശു സഹജമായ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. നമ്മൾ ശിശുക്കളെപ്പോഴും നമ്മളിങ്ങനെ 100 സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. എത്ര സംശയങ്ങൾ തീർത്തു കൊടുത്താലും പിന്നെയും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വ്യക്തമായ മറുപടി കിട്ടുന്നത് വരെയും അവരുടെ ചോദ്യങ്ങൾ തുറന്നുകൊണ്ടിരിക്കും. ചോദ്യങ്ങൾ അങ്ങനെ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശിശു പ്രായം കഴിയുന്നത് വരെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വേദപുസ്തക പഠിതാക്കൾ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മളും ക്രിസ്തുവിനോട്, യേശുവിനോട് എന്നും ചോദ്യങ്ങൾ ചോദിച്ച്, എന്നും അറിവ് ചോദിച്ച് വാങ്ങി ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ തന്നെ ജീവിക്കണമെന്നുള്ളതാണ് ശിശുവിനെ പോലെയാകുക എന്ന് പറയുന്നത്. സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലൊന്നും ആശ്രയിക്കാതെ ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും യേശുവിനോട് ചോദിക്കുക. എൻ്റെയൊക്കെ അനുഭവത്തിൽ കഴിഞ്ഞ 10-30 വർഷത്തിൽ മീതിയായി അനുഭവമാണത്. ഓരോ കാര്യങ്ങളിലും യേശുവേ എന്താണ് ചെയ്യേണ്ടത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അത് ബൈബിളിൽ പല അനുഭവങ്ങളും കുറിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നുവരെയും ഒരു പരാജയം വന്നു എന്ന് പറയാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ശുശ്രൂഷ ഏറെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം അതിന് ദൈവം ഇടയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിശുവിനെ പോലെയാകുക എന്ന് പറയുമ്പോൾ അത് ശിശുസഹജമായ ചോദ്യങ്ങളും ദൈവത്തോട് ഉത്തരം സ്വീകരിക്കുക, നേതാവാകാനുള്ള യോഗ്യത അതാണെന്ന് പറയുന്നത്. ശിശുവായി മാറുക എന്നുള്ളത്, നേതാവാകാനുള്ള യോഗ്യത. നമ്മൾ കുറേ വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിയുമ്പോൾ
കുറേ ദൈവശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പഠനത്തിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിലൂടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു ബോധ്യത്തിൽ ഇന്ന് സഭ നയിക്കുന്ന ആളുകളുണ്ട്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തെറ്റാണ് താനും. കാരണം എല്ലാ കാര്യങ്ങളും കാലാകാലങ്ങളിൽ കൃത്യമായി ദൈവത്തോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് തെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം തെറ്റാത്തവനും വഴി തെറ്റാത്ത ഒരേ ഒരാളുള്ളൂ. യേശു തന്നെ അതിന് മാതൃക. അവൻ പകൽ മുഴുവൻ പാവപ്പെട്ട ജനങ്ങളോടുകൂടെ അവരുടെ കഷ്ടതയിൽ പങ്കുചേർന്നതിന് ശേഷം വൈകുന്നേരങ്ങളിലും അതിപ്രഭാതത്തിലൊക്കെ അവൻ മലമുകളിൽ പോയി പിതാവിനോട് സംസാരിക്കുമായിരുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമായിരുന്നു. അപ്പോൾ യേശു വന്നിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, നേതൃത്വത്തിലിരിക്കുന്നവർ ശിശുസഹജമായ മനസ്സെന്ന് പറഞ്ഞാൽ ഒരാളെ എങ്ങനെയാണ് സമൂഹത്തിൽ നന്മയിലൂടെ നയിക്കേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അവനവനറിയാവുന്ന കുറേ നിയമങ്ങളൊന്നും പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊരു യാഥാർത്ഥ്യമില്ല. ഒരു ഉദാഹരണം ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. ഇങ്ങനെയാണ് ഒരു കഥ. പണ്ടൊരു സ്ഥലത്ത് ഒരു യഹൂദ ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരൊരുപാട് സങ്കടത്തിലായി. അവർക്ക് മക്കളില്ലാതെ വന്നതോടുകൂടി ദീർഘകാലത്തെ പ്രാർത്ഥനയും ചികിത്സയൊക്കെ നടത്തി അവർ അവസാനം ആ സ്ത്രീ ഗർഭം ധരിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞനാണ്. അവന് എന്താ പറയുന്നത്, മർദോക്കായി എന്ന് പേരിട്ടു. കഥ വീണ്ടും പറയുകയാണ്. അവൻ വളർന്നു. സിനഗോഗിൽ ദൈവവചനം പഠിക്കാൻ അയക്കേണ്ട സമയമായി. ദൈവവചനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ആ മാതാപിതാക്കൾ അവനെ ധരിപ്പിച്ചു. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണല്ലോ അത്. സൺഡേ സ്കൂളിൽ ചേർക്കുന്നു കുട്ടികളെ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ മാതാപിതാക്കളും ആ കുഞ്ഞിന് ദൈവവചനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ പറഞ്ഞു കൊടുത്തു, അവന് ധരിപ്പിച്ചു. എന്നാൽ അവൻ സിനഗോഗിൽ പോയില്ല. മറിച്ച് കാട്ടിലും കുളത്തിലും പൂന്തോട്ടത്തിലൊക്കെ അവൻ സമയം ചെലവഴിച്ച് കളിച്ചു നടന്നു. അവനിങ്ങനെ ഒരു അനുസരണമില്ലാത്തവനാണ്. സിനഗോഗിൽ പോകുന്നില്ല, വേദപാഠം പഠിക്കുന്നില്ല, സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ അവനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആ വാർത്ത അവൻ്റെ ആ കൊച്ചു ഗ്രാമത്തിൽ പ്രചരിച്ചു. അവനെ ഇന്നത്തെ പോലെ തന്നെ അന്ന് മനഃശാസ്ത്രജ്ഞന്മാരും സ്വഭാവ രൂപീകരണം നടത്തുന്ന ആളുകളൊക്കെ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. അവനെ പരമാവധി അവർ എന്താ പറയുന്നത്, സ്വഭാവത്തിന് മാറ്റമുണ്ടാക്കാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ആ കാലയളവിൽ ഒരു ഉഗ്രപ്രതാപിയായിരുന്ന ഒരു വലിയ റബ്ബി അവരുടെ ആ കൊച്ചു ഗ്രാമത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കന്മാർ ആ റബ്ബിയുടെ അടുത്ത്, ഈ മൊർദെഖായി അവൻ്റെ മാതാപിതാക്കൾ ഈ റബ്ബിയുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇവൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു, ഇവൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇവനെക്കുറിച്ചുള്ളതൊക്കെ പറഞ്ഞു. ഇന്നും അങ്ങനെയാണല്ലോ, അനുസരണയില്ലാതെയോ അല്ലെങ്കിൽ കളിച്ചു ചിരിച്ചൊക്കെ നടക്കുന്ന ആളുകളെക്കുറിച്ച് ഇന്നും അങ്ങനെ പ്രിയമുള്ളവരെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന സുവിശേഷകരുടെ അടുത്ത്, അച്ഛന്മാരുടെ അടുത്ത്, കൗൺസിലിംഗ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോകുന്ന അനുഭവമുണ്ടല്ലോ. ഞാൻ സമയത്തിൻ്റെ ഇതിൽ പെട്ടെന്ന് പറഞ്ഞു തരട്ടെ. പ്രിയമുള്ളവരെ, ആ കുട്ടിയെ ഈ റബ്ബിയുടെ അടുത്ത് കൊണ്ടുവന്നു. റബ്ബി ആ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവിടെ നിർത്തിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അവർ തെല്ലൊന്ന് പേടിച്ചു പോയി. പക്ഷേ എങ്കിലും മറ്റു നിവൃത്തിയില്ലാതെ അവർ അവനെ ആ റബ്ബിയുടെ അടുത്ത് നിർത്തിയിട്ട് അവർ പോയി. പ്രിയമുള്ളവരെ, റബ്ബി ആകട്ടെ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ, റബ്ബി അവനോട് പറഞ്ഞു, അടുത്ത് വരിക മകനെ എന്ന് പറഞ്ഞു. അവൻ തെല്ല് ഭയന്നിട്ട് ആ റബ്ബിയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. റബ്ബി അവനെ കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്പനേരം നിന്നു. റബ്ബി അവനെ കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്പനേരം നിന്നു. പിറ്റേ ദിവസം മാതാപിതാക്കൾ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവൻ സിനഗോഗിൽ പോയി വചനം പഠിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ വനത്തിലും കുളത്തിലും പൂന്തോട്ടത്തിലൊക്കെ പോയി കളികളൊന്നും നിർത്തിയതൊക്കെ ചെയ്തു. അവൻ വളർന്ന് വലിയൊരു റബ്ബിയായി തീർന്നു. അവൻ ആ വലിയ റബ്ബി ഈ ഒരിക്കൽ പറഞ്ഞ ഭാഗമാണ് ഇവിടെ നമുക്ക് ധ്യാന വിഷയം.
ഇന്ന് റബ്ബിയായി തീർന്ന ഈ മാതാപിതാക്കന്മാർ സിനഗോഗിൽ വിടാൻ ആഗ്രഹിച്ചിട്ട് പോകാതിരുന്ന ഈ പയ്യൻ, ഈ വലിയ ഉഗ്രപ്രതാപിയായ റബ്ബി, ആ വലിയ റബ്ബി അവനെ നെഞ്ചോട് ചേർത്ത്, കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അല്പനേരം നിന്നതിൻ്റെ അനുഭവം അവൻ പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? ഇന്നവൻ വലിയ റബ്ബിയായി. അവൻ പറയുകയാണ്, എൻ്റെ അന്ന് റബ്ബി എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായി ദൈവവചനം പഠിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ദൈവവചനം പഠിപ്പിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഈ കാലത്ത് ആരും നന്നാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ചേർത്ത് പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നെഞ്ചും കൂടിനകത്ത് നിന്ന് സുവിശേഷം അവൻ്റെ ചെവിയിലേക്ക് എത്തുക, അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തുക. ആത്മാവിനോട് സംസാരിക്കുക, ബുദ്ധി മാറ്റിവെക്കുക. ഇതാണ് യേശു പറയുന്നത്, ശിശുവിനെ പോലെയാകുക. ഒരു ശിശുവിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് യേശു പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ആര് സ്വീകരിക്കുന്നുവോ, ഈ ശിശുവിനെ പോലെ ആരാണ് ഒരാൾ സ്വയം ചെറുതാകുന്നത്? ഇതുപോലുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരാണോ സ്വീകരിക്കുന്നത്, അവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ശിശു എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനോട് സംസാരിക്കുന്ന നിഷ്കളങ്കമായ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി, പള്ളിയില്ല, പള്ളിക്കൂടമില്ല, സൺഡേ സ്കൂളില്ല, ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വലിയ റബ്ബിയാകാൻ ഇന്നത്തെ സഭാ നേതൃത്വത്തിനും സുവിശേഷകർക്കും ബലഹീനനായി എനിക്കൊക്കെ അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് ചേർത്ത് പിടിക്കലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ശുശ്രൂഷയിലൊക്കെ ഇറങ്ങി വന്നപ്പോൾ, ദൈവവചനം കേട്ട് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നപ്പോൾ എന്നെ ഇവിടം വരെ എത്തിച്ച ചില ആത്മീയ ഗുരുക്കന്മാരുണ്ട്, വൈദിക ശ്രേഷ്ഠരുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന്, ആകാശപ്പുറമുള്ള കൂട്ടുകാരനെന്ന് പറയുന്ന MCB സഭാംഗമായ ജോർജ് കുറ്റിക്കിലച്ചൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിൻ്റെ, ഈ രീതിയിലായിത്തീർന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ചേർത്ത് പിടിക്കൽ, ഹൃദയത്തോട് ചേർത്ത് വെച്ച വ്യക്തിത്വമാണ് ഞാനിന്നും വലിയ സ്നേഹ ബഹുമാനങ്ങൾ കാണുന്ന യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബസേലിയോസ് തോമസ് റൂബൻ ബാവ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ മാനസിക രോഗികളെ ആളുകളെ ശുശ്രൂഷിക്കുന്നു എന്ന് ശ്രേഷ്ഠ ബാവയെ പറയുകയും ബാബാ തിരുമേനി എന്നെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും പല പ്രാവശ്യങ്ങളായിട്ട് എന്നെ മനസ്സിലാക്കുകയും ചെയ്ത് എന്നെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചു. ഈ ശുശ്രൂഷ ഈ സഭയിൽ ചെയ്യണമെന്ന് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ബലഹീനായി എന്നോട് പറഞ്ഞു. അതനുസരിച്ച് എനിക്ക് ചെയ്തു തന്നിട്ടാണ് പ്രിയമുള്ളവരെ ഇന്നിവിടെ ഈ ആരാധനാലയമുണ്ടായതും ഇത്രയും ആളുകൾക്ക് സുവിശേഷം അറിയിക്കുന്ന രീതിയിലുള്ള ധ്യാനകേന്ദ്രമുണ്ടായതും വഴിയോരങ്ങളിൽ അലഞ്ഞടക്കുന്ന മനോരോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാൻ ഈ സഭയിൽ കഴിഞ്ഞതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്, നെഞ്ചോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഭവമാണ് പ്രിയമുള്ളവരെ. നമ്മളായിരിക്കുന്ന നമ്മുടെ അറിവില്ലായ്മയിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ ബലഹീനതയിൽ നമ്മളെ നേതൃത്വത്തിലുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ, നെഞ്ചോട് ചേർക്കുക എന്ന് പറയുമ്പോൾ, ഹൃദയത്തിൽ കയറ്റി വെക്കുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുത്തോ പറഞ്ഞു വിടുന്നതല്ല പ്രിയമുള്ളവരെ. അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അനുഭവമാണ്. ഇത് പറയാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുള്ളൂ. അങ്ങനെ നേതൃത്വത്തിലുള്ളവർ ആ രീതിയിലായിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ഇന്നും ഈ അനേക അലഞ്ഞടക്കുന്ന ആളുകളെ
പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, വെറുക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളെയൊക്കെ ഇപ്പോഴും ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതും ചുംബനം കൊടുക്കുന്നതിൻ്റെയൊക്കെ കാരണം ഈ സഭാപിതാക്കന്മാർ, ഈ വൈദിക ശ്രേഷ്ഠർ എന്നോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം ഞാനത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ എളിയ തോതിലെങ്കിലും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാൽലൈൻ പറയുന്നു, ഒരു മഹാനാണ് അദ്ദേഹം പറയുന്നത്, വലിയവർ തങ്ങളുടെ മഹത്വം പ്രകടിപ്പിക്കുന്നത് എളിയവരെ പരിചരിക്കുന്നതിലൂടെയാണ്. വലിയവർ തങ്ങളുടെ മഹത്വം പ്രകടിപ്പിക്കുന്നത് എളിയവരെ പരിചരിക്കുന്നതിലാണ്. പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക എന്ന്. അത് രണ്ടാമത്തെ ഈ സുവിശേഷ ഭാഗത്തെ പ്രിയമുള്ളവരെ ദുഷ്പ്രേരണകൾ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ചെറിയുള്ള ഒരുവന് പോലും ദുഷ്പ്രേരണ നൽകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപദേശത്തിലാണെങ്കിലും നടപ്പിലാണെങ്കിലും ദുഷ്പ്രേരണകൾ നൽകരുത്. സമയത്തിൻ്റെ കുറവുകൊണ്ട് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. ദുഷ്പ്രേരണകൾ വരാതിരിക്കുന്ന അസാധ്യമാണ്. വരുത്തുന്നവനയ്യോ ദുരിതം, അവനെ തിരികല്ല് കെട്ടി ആഴമുള്ള കയത്തിൽ താഴ്ത്തണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുഷ്പ്രേരണകൾ ആർക്കും കൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ ഉപദേശത്തിലൊക്കെ വളരെ വ്യക്തത വേണം. വളരെ വ്യക്തത എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധി വേണം. കാരണം എന്താണ്? ഈ ചെറിയവരൊക്കെ ഈ സുവിശേഷത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് വരുന്നേ ഉള്ളൂ. സാമ്പത്തിക മേഖലകളിലൊക്കെ വളരെ സുതാര്യത വേണം. മറ്റുള്ള വളർന്നു വരുന്നവർക്ക് ഇടർച്ചയുണ്ടാകാവുന്ന രീതിയിലുള്ള ക്രമക്കേടുകളൊന്നും ഉണ്ടാകരുത്. അതുപോലെ ലൈംഗിക മേഖലകൾ അല്ലെങ്കിൽ വസ്ത്രധാരണ മേഖലകളിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന ജഡികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയിട്ട് മറ്റുള്ളവർക്ക് തിന്മ വരുത്തുന്ന രീതിയിലേക്ക്, മറ്റുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന രീതിയിലേക്ക് ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മൾ പ്രവേശിക്കരുത്, നമ്മളത് ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മൂന്നാമത്തെ ആ സുവിശേഷത്തിൽ പറയുന്നത് വഴിതെറ്റിയ ആടിൻ്റെ ഉപമയാണ്. വഴിതെറ്റിയ ആടിൻ്റെ ഉപമ. വഴിതെറ്റിയ ആടിൻ്റെ ഉപമയിൽ 3 കാര്യമാണ് പറയുന്നത്. അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ പറയുന്നത് കഴിയാണ്. 10ാമത്തെ വാക്യം, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, 1 അവിടെ ചെറിയവൻ, 2 മാലാഖമാർ, 3 സ്വർഗീയ പിതാവ്. അതുകൊണ്ട് ഈ ചെറിയവനെ ആരെയും ദുഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ചെറിയവരെന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടായിരിക്കാം, സമ്പത്ത് കൊണ്ടായിരിക്കാം, സൗന്ദര്യം കൊണ്ടായിരിക്കാം, ആരോഗ്യം കൊണ്ടായിരിക്കാം. ഏത് വിധത്തിലും ചെറിയവനെന്ന് പറയുന്നത് പാപപ്പെട്ടവൻ അല്ലെങ്കിൽ എളിമയുള്ളവൻ. നീ എല്ലാം ഉണ്ടായിട്ടും വളരെ എളിമയിൽ ജീവിക്കുന്നവനായിരിക്കാം. സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, എല്ലാവിധ ലൗകിക സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന മഹാത്മാഗാന്ധിയെ പോലെയൊക്കെയുള്ള വളരെ ലാളിത്യമുള്ള മനുഷ്യർ. മഹാത്മാഗാന്ധി എങ്ങനെയാണല്ലോ പറഞ്ഞത്? ലളിത ജീവിതവും ഉയർന്ന ചിന്തയും. യേശുക്രിസ്തുവിനെ കുറിച്ച് ആ ലാളിത്യം സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇവൻ വേശ്യകളുടെ കൂട്ടുപിടിക്കുന്നു, പാപികളുടെ കൂട്ടുപിടിക്കുന്നു, ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്ന സംസാരം അത് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ ചെറിയവന് മാലാഖ ഉണ്ട്. എല്ലാവർക്കും മാലാഖയെ നിയമിച്ചിട്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഈ മാലാഖയാണ് പ്രിയമുള്ളവരെ ശവസംസ്കാര ശുശ്രൂഷ പറയുന്ന പോകുക സഹജ കരയരുത്, നാഥൻ പ്രഭയിൽ പാർപ്പിക്കും, വഴി കാണിക്കും പർദീസിൻ കാവൽ ക്രോബെ മാലാഖ. നിന്നെ കാവൽ ചെയ്യുന്ന മാലാഖ നിന്നിൽ നിന്ന് മാറുന്നത് പർദീസായിൽ എത്തിച്ചതിന് ശേഷമേ ഉള്ളൂ എന്ന ആ പിതാക്കന്മാരുടെ ധ്യാനം നമുക്ക് സ്വീകരിക്കേണ്ടതാണ്, സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഈ ചെറിയവൻ എന്ന് പറയുന്നവനും മാലാഖയുണ്ട്. സ്വർഗത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതിന് മാലാഖ വെച്ചിരിക്കുന്നു. ഈ മാലാഖ സദാസമയവും സ്വർഗീയ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തെറ്റിപ്പോകുന്നവർ, വഴിതെറ്റിപ്പോകാൻ ഇടയാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ദുഷ്പ്രേരണ ഉണ്ടാകരുത്. 2, തെറ്റിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ അവനെ ദുഷിച്ച് പുറന്തള്ളുകയല്ല,
തെറ്റിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം തെറ്റിപ്പോകുന്നവനെ തിരിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ തെറ്റിപ്പോയവൻ്റെ മാലാഖ, ചെറിയവൻ്റെ മാലാഖ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നീ ചെയ്ത എല്ലാ ദുഷ്കൃത്യങ്ങളും, നീ അവനെ ആക്ഷേപിച്ചതും തള്ളിക്കളഞ്ഞതൊക്കെ ദൈവം അറിയുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിന്നാണെങ്കിലും മറ്റേത് മേഖലയിൽ നിന്നാണെങ്കിലും തെറ്റിപ്പോയവരെ തള്ളിക്കളയുകയല്ല വേണ്ടത്, അവനെ ചേർത്ത് പിടിക്കുക, സ്നേഹ സാമീപ്യം കൊടുക്കുക, സ്നേഹ സംഭാഷണങ്ങൾ നടത്തുക. എന്ന് പറഞ്ഞാൽ മുടിയനായ പുത്രനെ പിതാവ് കാത്തിരുന്നത് പോലെ കാത്തിരിക്കുന്ന അനുഭവം ഉണ്ടാകുക, തെറ്റിപ്പോയവരെ പെട്ടെന്ന് സഭയിൽ നിന്ന് എടുത്തു കളയാൻ കഴിയും, ഇടവക രജിസ്റ്ററിൽ നിന്ന് എടുത്തു കളയാൻ കഴിയും. പല പള്ളികളിലൊക്കെ ചർച്ചകൾ നടക്കുക, രജിസ്റ്റർ പുതുക്കണം, കളയണം. ആരാണ് നല്ലവൻ? ഈ കളയണമെന്ന് പറയുന്നവൻ എത്രമാത്രം വിശുദ്ധിയുണ്ട്, എത്ര നല്ലവനാണെന്നറിയില്ല. അതുകൊണ്ട് പള്ളിക്കൂടവും രജിസ്റ്ററും മാത്രമല്ല പൂർണ്ണത എന്ന് പറയുന്നത്. സ്വർഗത്തിലെ പുസ്തകം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം മാലാഖ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ന്യായം വിധിക്കുന്ന നീ, ഇന്ന് ഉപേക്ഷിക്കാൻ പറയുന്ന നീ, ഇന്ന് തള്ളിപ്പറയാൻ പറയുന്ന നീ, അവനെ വേണ്ട, അവനെ കൂട്ടത്തിൽ ചേർക്കേണ്ട എന്ന് പറയുന്ന നീ, നിൻ്റെ പ്രവൃത്തിയും എൻ്റെ പ്രവൃത്തിയും ദൈവം നോക്കുന്നു എന്നുള്ളതാണ്. ചെറിയവൻ മാലാഖ ചെറിയവൻ്റെ വിവരങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ അപ്പോൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ചെറിയവരെ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ചെറിയവരാരെയും ഒന്നാമത് എന്താ പറയുന്നത്, ശിശു മനസ്സായിരിക്കണം. ശിശുവിനെ പോലെ നേതൃത്വ നിരയിലിരിക്കുന്നവർ ശിശു സഹജമായ സ്വഭാവത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടവരാണ്, നെഞ്ചോട് ചേർത്ത് വെക്കണം. രണ്ട്, ആ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ആരായാലും, അപ്പനായാലും അമ്മയായാലും ചേട്ടനായാലും അനിത്യായാലും ആരാണോ ലീഡർഷിപ്പിലുള്ളത് അവർ ദുഷ്പ്രേരണകൾ മറ്റുള്ളവർക്ക്, തങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കരുത്. മൂന്ന് തെറ്റിപ്പോയതിനെ കണ്ടുപിടിക്കണം. 99 വിട്ടിട്ട് തെറ്റിപ്പോയ ഒന്നിനെ കണ്ടെത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, പാപിയെ തേടി വന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മളെല്ലാവരും മാറണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിർത്തട്ടെ പ്രിയമുള്ളവരെ. നല്ലൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ക്രിസ്തുവിൻ്റെ ഈ അപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ കുർബാനയുടെ ആ ഭാഗഭാഗിത്വം, അതിൻ്റെ പങ്കാളിത്തം, മുറിക്കപ്പെടുന്ന ബലി, മുറിക്കുവാനുള്ള ബലി. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ പറയണം, കർത്താവെ, അങ്ങയുടെ തിരുശരീരക്തങ്ങൾ വിഭജിച്ച് ഞങ്ങൾക്ക് നൽകുന്നത് പോലെ ഇതനുഭവിക്കുന്ന ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കാൻ, പങ്കുവെക്കാൻ മനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് വേണം ഓരോ ബലിയെയും സ്വീകരിക്കാൻ, ഓരോ വിശുദ്ധ കുർബാനയും സ്വീകരിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്കതിനെല്ലാം വലിയ കൃപ നൽകട്ടെ എന്ന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിക്കനുസരിച്ച് നിങ്ങൾ ഇത് മറ്റുള്ളവരെയും കൂടി അറിയിക്കുവാൻ, ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുവാൻ മടിക്കരുത്. ശുശ്രൂഷയുടെ സമയം കൂടുതൽ നീണ്ടുപോയി എന്നുള്ളതുകൊണ്ട് ശുശ്രൂഷ മുഴുവൻ കേൾക്കാതെ കട്ടാക്കി കളയരുത്. ഇത് മുഴുവൻ കേട്ട് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ഒരു പരിശ്രമം, അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.